മാനവനിൽ മഹോന്നതനായ മുഹമ്മദ് നബി ഇപ്പോ ആരിഫ് ഹുസൈൻ കാരണം പലപ്പോഴും എയറിലാണ്. ഇങ്ങനെ പലരും ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോ ആ കുലുങ്ങി ചിരിക്കുന്ന ചിരിക്ക് കൊടുക്കണം ഒരു വത്തക്ക സമരത്തിന്റെ പ്രസന്റേഷൻ. കാരണം അങ്ങനത്തെ ഒരു ചിരിയാണ് ചിരിക്കുന്നത്. അവർക്ക് തന്നെ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഈ മാനവരിൽ മഹോന്നതനായ എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തേക്ക് മൊത്തം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം എയറിലാണെന്നാണല്ലോ പറഞ്ഞത്. എയറിൽ ഇങ്ങനെ കൊടുക്കുന്ന ബാങ്ക് ഈ ലോകത്ത് മൊത്തം ബാങ്ക് വിളിക്കുന്നുണ്ട്. ലോകത്ത് മൊത്തം ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒരു തടസ്സവും കൂടാതെ മൊത്തം ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒരു പ്രയാസവും കൂടാതെയാണ് ബാങ്ക് വിളിക്കുന്നത്. ലോകത്ത് മാക്സിമം 300 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 300 കോടി മനുഷ്യരും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് നബി. അപ്പം നിങ്ങളത് എയറിലാക്കിയാൽ എയറിലാവുമോ? പക്ഷെ ഇപ്പം യഥാർത്ഥത്തിൽ എയറിൽ ആരാണ്? ആ ചിരി കണ്ടപ്പം യഥാർത്ഥത്തിൽ ആ വത്തക്ക സമരത്തിൽ പങ്കെടുത്ത് ഇറങ്ങി വരുന്ന ആ ചിരിയാണ്, അല്ലെങ്കിൽ വത്തക്ക സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം ചിരിക്കുന്ന ചിരിയാണ് ആ ചിരി എന്നുള്ളതാണ്. പല ആളുകളും ചിരിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ചിരി എന്ന് പറഞ്ഞാൽ എനിക്ക് വത്തക്ക സമരത്തിലാണ് ഓർമ്മ വരുന്നത്. ഏതായാലും ബാക്കിയുള്ള കൂടി കേൾക്കാം. അപ്പോൾ എയറിൽ മുഹമ്മദ് നബിയെ എയറിലാക്കിയ മനുഷ്യരല്ലേ, അപ്പോൾ എങ്ങനെയാണ് എയറിലാക്കിയ എന്താ കാരണം എന്നുള്ളതും കേട്ടു. ആണ് വിമർശിക്കുന്നത്, ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളാണല്ലോ എന്നൊക്കെയാണ് പറയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആശയം വരുന്നത്, ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത് മുഹമ്മദ് നബി എന്ത് ചെയ്തു അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളിടത്താണ്. പുള്ളിക്കാരൻ പറയുന്നത് എയറിലാക്കാനുള്ള കാരണം, ഇപ്പോൾ എയറിലാക്കിയത് മുഹമ്മദ് നബിയെ എയറിലാക്കിയ കാരണം എന്താ അറിയോ? മുഹമ്മദ് നബി ഇസ്ലാമാണ്. മുഹമ്മദ് നബിയാണ് ഇസ്ലാം. അതാണ് എയറിലാക്കിയത്. മുഹമ്മദ് നബിയാണ് ഇസ്ലാം. എങ്ങനെയാണ് ആ എയറിലാവുന്നത്? എനിക്കൊരു പുറത്തും കിട്ടില്ല. കാരണം എന്താണെങ്കിൽ മുഹമ്മദ് നബി കൊണ്ടുവന്ന മതത്തിൻ്റെ പേര് ഇസ്ലാമാണ്. മുഹമ്മദ് നബിയും പെട്ടവരാണ്. ഞാനും ഇസ്ലാമിൽപ്പെട്ടവരാണ്. ഈ ലോകത്ത് 300 കോടിയോളം മനുഷ്യരും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതിലിപ്പോൾ എന്താ എയറിലാവാൻ കാരണം? ഒരു കൊടുത്തുമില്ല. എന്താണ് ഇപ്പോൾ അതിലൊരു എയർ കാണാൻ കാരണം? എനിക്കൊന്നും മനസ്സിലാവില്ല. ഇനി മുഹമ്മദ് നബി എയറിലാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ഇസ്ലാമാണ് എന്ന് പറഞ്ഞാണോ എയറിൽ? ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം എനിക്കാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം മതം രൂപീകരിച്ച ആളും മുഹമ്മദ് നബി തന്നെയാണ്. അത് എയറിലാവുന്നില്ല. അത് യഥാർത്ഥ വശം തന്നെയാണ്. അത് നീ കളവൊന്നുമില്ല പറഞ്ഞത്, യഥാർത്ഥം തന്നെയാണ്. അതിൽ ഇപ്പോൾ നിന്റെ അടുത്തൊരു തെറ്റുമില്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ നോക്കാം. പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം ഭയങ്കര നന്മയാണ്, ഭയങ്കര മോറൽ വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വെക്കുക. ധാർമ്മികത. അപ്പൊ ധാർമ്മികത മനുഷ്യന് ഇല്ല. അത് കിട്ടിയത് മുഴുവൻ ദൈവം തന്നുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ധാർമ്മികത ഇസ്ലാമിലാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾ കേട്ട് ധാർമ്മികതയെ പറ്റിയാണ്. എന്താണ് ധാർമ്മികത? മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ മൊറാലിറ്റി ഉണ്ടാക്കിയത് ആരാവണം? മനുഷ്യനെ സൃഷ്ടിച്ചവരും തന്നെ ആവണം. ഈ കോടതി നിയമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ആരുതാണ്? ഇസ്ലാം മതത്തിൽ നിന്നല്ലേ അല്ലേ? പിന്നെ കൊലപാതകമാവട്ടെ, കുറ്റകൃത്യങ്ങൾ ഏത് ചെയ്തിട്ടാണെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അത് നിങ്ങളെ ധാർമ്മികതയാണ്. അപ്പോൾ ആ ധാർമ്മികത വത്തക്ക സമരം, ചുംബന സമരം, വേശ്യാലയം, ഈ തോന്നിയതുപോലെ നടക്കാം, മദ്യപാനം, മയക്കുമരുന്ന്, ചൂതാട്ടം, ഇതെല്ലാം നിങ്ങളെ ധാർമ്മികതയാണ്. ഈ ധാർമ്മികതയ്ക്ക് എന്താണ് വാലിഡിറ്റി? അല്ലെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഈ വാക്കുകൾ മിക്കവാറും ഇവർ രണ്ടുപേരും കേൾക്കാൻ സാധ്യതയില്ല. എന്നാലും പറയാണ്, കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. കാരണം എന്താണ് ധാർമ്മികത എന്നത് അവർ പഠിച്ചിരിക്കണം. കാരണം ധാർമ്മികത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് സാധനം എന്നുള്ളത്, മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവൻ അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് അവൻ പറയുന്നത് വത്തക്ക സമരം, ചുംബന സമരം, പിന്നെ തോന്നിയതുപോലെ നടക്കുക. ഇതിന് പിന്നെ ധാർമ്മികത എന്ന് പറയൂ? ഒരു മനുഷ്യനെ തെറ്റിൽ നിന്നും നേരായ മാർഗത്തിലേക്ക് ആക്കുന്നതിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതാണല്ലോ മൊറാലിറ്റി. ഒരു മനുഷ്യൻ ഇപ്പം ഈ ഭാഗത്തേക്ക് പോകുന്നത് തെറ്റാണ്, മദ്യപാനത്തിലേക്ക് പോകുന്നത് തെറ്റാണ്, വേശ്യാലയത്തിലേക്ക് പോകുന്നത് തെറ്റാണ്. നീ ഈ വഴിയിലേക്ക് നടക്ക്, നീ വിവാഹം ചെയ്യ്, എന്നിട്ട് അതിലൂടെ നീ കാര്യങ്ങൾ നടത്തി എന്ന് പറയുന്നതാണ് ശരി എന്ന് പറയുന്നതാണ് പിന്നെ ധാർമ്മികത. അതല്ലാതെ നീ ചുംബന സമരം നടത്തിക്കോ, നീ വത്തക്ക സമരം നടത്തിക്കോ, നീ വേശ്യാലയം നടത്തിക്കോ, നീ മദ്യപാനം നടത്തിക്കോ, നീ മദ്യപിച്ച് ലക്കില്ലാതെ നടന്നോ എന്ന് പറയുന്നതിന് ധാർമ്മികത എന്ന് പറയില്ല. അത് പിഴച്ച വഴി കൂടെ നശിച്ച വഴിയിലേക്കാക്കുന്ന ആളുകളാണ് എന്നാണ്. ആ നശിച്ച വഴിയിലേക്കാക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം ഇവരെടുത്തുനിന്ന് ഒരു നന്മയും ഇന്നേ വരെ ആയിട്ട് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു അണുമണി തൂക്കം നന്മ പോലും ചെയ്യാത്ത ആളുകളാണ് ഈ കൂട്ടം ആളുകൾ. ഇവരാണ് ധാർമ്മികത പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മതം തന്നെയാണ് ധാർമ്മികത. ഇസ്ലാം മതമാവട്ടെ, ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഹിന്ദു മതമാവട്ടെ, ജൂതമതമാവട്ടെ, ഇതിലൊക്കെ ധാർമ്മികത ഉണ്ട്. ഇതിൽ മനുഷ്യരുടെ കൈകടത്തൽ വന്നു എന്നുള്ളതാണ്. മനുഷ്യരുടെ കൈകടത്തൽ വന്നത് ഏതിലാണോ അതിൽ നിന്ന് ധാർമ്മികതയ്ക്ക് മാറ്റം വന്ന് എന്നുള്ളത് ഒരു യഥാർത്ഥ സത്യം തന്നെയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ പഠിപ്പിച്ച ധാർമ്മികത തന്നെയാണ്. അത് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ആ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൂടുതലാണ്. മനുഷ്യരുണ്ടാക്കുന്ന ധാർമ്മികത, വ്യഭിചരിക്കുന്നവനക്ക് വ്യഭിചാരം നല്ലതാവും, ചൂതാടുന്നവർക്ക് ചൂതാട്ടം നല്ലതാവും, മദ്യപാനിക്ക് മദ്യപാനം നല്ലതാവും. അപ്പോൾ അതിന് ധാർമ്മികത മനുഷ്യർക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നർത്ഥം.